സാറിന്റെ വിലയിരുത്തലിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഏത് രീതിയിലെന്ന് വെച്ചാൽ ഇന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ബിടെക്കും ഡിപ്ലോമയും ആർക്കിടെക്ചറും കഴിയുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ജോലി സാധ്യതകൾ തന്നെയാണ്. പക്ഷേ അവർക്ക് അതിന് പറ്റുന്ന പ്രശ്നം അവർ നേരത്തെ പറയുന്ന രീതിയിൽ അവരുടെ സ്കിൽ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ വളരെ പൂറാണ്. അതിന് ശരിക്കും ഒരു മോൾഡ് ചെയ്യപ്പെടേണ്ടത് എഡ്യൂക്കേഷനിൽ നിന്നല്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്നല്ല. ആ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങി ശരിക്കും അവർക്ക് മോൾഡ് ചെയ്യുന്ന ഒരു ഫാക്ടറി തന്നെ വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. കാരണം ബിടെക് ചെയ്ത കുട്ടികൾക്ക് അവർക്ക് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. പല ഇൻ്റർവ്യൂവിലും പോകുന്ന സമയത്ത് അവർ ഫെയിലായി പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ബിടെക് സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ ആർക്കിടെക്ട് സ്റ്റുഡൻറ്റിനും അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയറിനും ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ആവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരാൾ ബിടെക് കഴിഞ്ഞു ഒരു 5 വർഷം 4 വർഷം എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ഇന്ന് UK അല്ലെങ്കിൽ GCCയിലും ഒരുപാട് കൺട്രിയിൽ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോഴ്സ് കഴിയുന്നു 6-7 മാസം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അതർ കൺട്രിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവരുടെ സ്കിൽ വളരെ കുറവാണ്, ഡെഡിക്കേഷൻ കുറവാണ്, കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ ഇവരെ ശരിക്കും മോൾഡ് ചെയ്യപ്പെടണം. അപ്പോൾ സ്കൈലൈറ്റ് അതിന് വേണ്ടിയിട്ട് ചില എഡ്യൂക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരെ മോൾഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സ്കൈലൈറ്റ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ മോൾഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ സ്കൈലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല ജോലി സാധ്യതകൾ ഇന്ത്യയിലെ പുറത്തുമുണ്ട്. ഇവിടെ പ്രോബ്ലം വരുന്നത് ഇവർക്ക് കൃത്യമായിട്ട് മോൾഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. മോൾഡ് ചെയ്യപ്പെടണമെങ്കിൽ ഇതുപോലത്തെ കമ്പനികൾ വളരെ അനിവാര്യമായിട്ട് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് ഇവരെ ബിടെക് എഞ്ചിനീയേഴ്സിനെ മോൾഡ് ചെയ്യപ്പെടേണ്ട സ്ഥാപനങ്ങളാണ്. അതിനുവേണ്ടി കൃത്യമായിട്ടും നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്.